ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പഴയ ലെറ്റ്സ് പ്ലേ സീരീസ് എല്ലാം നമ്മുടെ ഡിലീറ്റ് ആയിപ്പോയി ഗൈസ്. ഞാൻ എൻ്റെ പഴയ വേൾഡുകളെല്ലാം അങ്ങനെ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ഓർമ്മയില്ലാതെ ഞാനും അതും ഡിലീറ്റ് ചെയ്തു. ഞാൻ യൂട്യൂബ് ചാനൽ ഇല്ലാത്ത സമയത്ത് കളിച്ചിരുന്ന വേൾഡുകളൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു ഗൈസ്. അത് ബാക്കപ്പ് എടുക്കാനും ഞാൻ മറന്നുപോയി. എന്തായാലും നല്ലൊരു സങ്കടവാർത്തയാണ്. നമ്മൾ പുതിയൊരു സീരീസ് തുടങ്ങുകയാണ്. ഇനി മുതൽ പുതിയൊരു സീരീസിലാണ്. സീരീസിന് എന്താ പേര് വേണ്ടതെന്ന് നിങ്ങൾ തന്നെ സജസ്റ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. നിങ്ങൾ പറയുന്ന പേര് നമ്മൾ എടുക്കാം. നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക എന്താണ് പേര് വേണ്ടത്. നമുക്ക് ഈ ഒരു ഏരിയ നല്ല രസമുണ്ട്. ഇവിടെ ഒരു റവേനുണ്ട്. നമുക്കിവിടെ നായം കിട്ടുമെങ്കിൽ അതൊക്കെ ഒന്ന് ഇതാക്കണം. ഓക്കെ, ഇവിടെ ഉണ്ട്. നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്റ്റോണിൻ്റെ കാര്യങ്ങളൊക്കെ ആവട്ടെ. അപ്പം നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. ഇവിടെ 3 ഷീപ്പ് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ബെഡ് തന്നെ സെറ്റാവും. അപ്പോൾ കുറച്ച് വുഡ് കളക്ട് ചെയ്ത് നമുക്ക് ഷീപ്പിനൊക്കെ ഒന്ന് ഇതാക്കാം. ഓക്കെ, ഇപ്പോൾ വുഡൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഷീപ്പിനൊക്കെ ഒന്ന് ഇതാക്കാം, കില്ല് ചെയ്യാം. ഓക്കെ, എനിക്കത് അടിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഞാൻ പ്രസ് ചെയ്യുന്നുണ്ട്, ബട്ട് അത് ഇതാവണില്ല. ഓക്കെ, അപ്പോൾ അത് അടുത്ത ആളത് അവിടെ ഉണ്ട്. ഒന്ന് ടൂൾസൊക്കെ സെറ്റാക്കട്ടെ കേട്ടോ. എന്നാൽ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് അവരെ കില്ല് ചെയ്യാൻ പറ്റും. എവിടെയും ഒരു ചെറിയ കേവ് ഉണ്ട്. ഇവിടെ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ വയ്ക്കാം. അപ്പം നമ്മുടെ ഹാർട്ടിൻ്റെയും ഫുഡിൻ്റെ ഒക്കെ സെക്ഷൻ നമുക്കപ്പോൾ നമ്മുടെ എസ്പീൻ്റെ സ്ഥലത്താണ്. കാരണം ഞാൻ പുതിയൊരു നമ്മുടെ പോക്കറ്റ്, അതായത് നമ്മുടെ UAയിലെ പോക്കറ്റ് ഞാൻ ക്ലാസിക് ആക്കിയിട്ടുണ്ട്. കേട്ടോ, അതെങ്ങനെ കാണാൻ നിങ്ങൾക്കായി ചെയ്യണമെങ്കിൽ നിങ്ങൾ സെറ്റിങ്സിൽ വീഡിയോ എന്നുള്ള സെക്ഷനിൽ പോയിട്ട് ക്ലാസിക് ആക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഇത് കിട്ടും. യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ കയ്യിലുള്ള ആ ഒരു മോഡൽ കിട്ടും. ഒരുപാട് പേരുടെ വിചാരം അത് ജാവേഡ്സിൽ മാത്രമേ ഉള്ളൂ എന്നാണ്. എൻ്റെ വീഡിയോ കാണുന്ന പലർക്കും അത് തന്നെയാവും അവരുടെ മനസ്സിൽ. ഞാനും പണ്ട് അത് തന്നെയായിരുന്നു എൻ്റെ മനസ്സിലും. ബട്ട് പിന്നെയാണ് ഞാനത് അറിഞ്ഞത് കേട്ടോ. മെയിനായിട്ട് കുറച്ചുകൂടി കാര്യമായിട്ട് ഈ കാര്യം നോക്കുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇതിലും പറ്റുന്ന കാര്യം തന്നെയാണെന്ന്. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റോൺ കളക്ട് ചെയ്യാം. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് മേലെ കയറണത് ഞാനറിയാതെ ഇവിടെ ചാടിപ്പോയി പെട്ടു ഗൈസ്. നമുക്ക് കുറച്ച് ഡേട്ടൊക്കെ അവിടെ നിന്ന് മേലെ നിന്ന് പൊട്ടിക്കാം. അവിടെ ഒരു സോംബി കരിയാണ് ഗൈസ്. അത് അടിപൊളി കേട്ടോ, സോംബി കരിയണൊക്കെ. ഓക്കെ, എവിടെയാണ്? ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് തന്നെ മേലെ കയറാം. ഓക്കെ, അപ്പം നമ്മൾ മേലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ഈ സൈഡൊക്കെ ഒന്ന് ഇതാക്കിയിട്ടുണ്ട്. പിന്നെ മേലെ വരണമെങ്കിൽ ഇങ്ങനെ കയറാം. എനിക്ക് അപ്പുറത്തോട്ട് സൈഡിൽ കൂടെ പോകും. പക്ഷെ കുറച്ച് സ്കില്ലൊക്കെ കാണിച്ചാലേ ഒരു രസമുള്ളൂ. എന്തായാലും ഇവിടെ നിന്ന് ചാടാം. അങ്ങനെ കുറച്ച് ബ്ലോക്ക് വെച്ചിട്ട് അടിയിലൊരു ലാവയിൽ ക്രീപ്പർ ഒന്ന് കത്തുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയാം കേട്ടോ. അടിയിൽ കത്തുണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ട് ചാടാം. ഓക്കെ, സക്സസ്ഫുൾ. അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് വുഡ് കളക്ട് ചെയ്തു, കുറച്ച് സ്റ്റോണും കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റോണിൻ്റെ ടൂൾസൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കുറച്ച് വുഡ് കളക്ട് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് പോവാം കേട്ടോ. നമുക്ക് അത്രയ്ക്ക് രസമില്ല. അപ്പം ഞാനൊരു ഷീപ്പിനെ കൂടി കില്ല് ചെയ്തപ്പോഴേക്ക് 2 വൂളായിട്ടുണ്ട്. ഇനി അവിടെ ഒരു ഷീപ്പും കൂടി ഉണ്ട്. അവനെ നമുക്കൊന്ന് കില്ല് ചെയ്തിട്ട് കൂടി നമുക്ക് ആ ഇതെടുക്കാം.
അവനും കൂടി കില്ല് ചെയ്താൽ മതി. അവിടെ ഒരു പിഗ് ഉണ്ട്, അവനൊന്ന് കില്ല് ചെയ്യാം. എനിക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അവരെ അറ്റാക്ക് ചെയ്യാനുള്ളൊരിത് കിട്ടണില്ല. നമുക്ക് തിരിച്ച് കയറാം. അവനത് അവിടെ നിൽക്കുന്നുണ്ട്, നമുക്ക് അവനൊന്ന് കില്ല് ചെയ്യാം. അവനെ കില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പനും കൂടി ഈ പോർക്കോപ്സ് നമുക്ക് ഇതൊക്കെ ഇടുന്നു കേട്ടോ, കുക്ക് ചെയ്തിട്ട് ഞാൻ അതാവും കുറച്ചുകൂടി ഹീൽ ചെയ്യാം. ഇപ്പോൾ ഫുഡ് തീർന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് കുറച്ചുകൂടി വുഡ് കളക്ട് ചെയ്യാം. നമുക്കിനി സ്റ്റോണിൻ്റെ ടൂൾസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വുഡ് വീണ്ടും ആവശ്യം വരും. അപ്പോൾ നമുക്ക് ഈ വുഡൊക്കെ ഒന്ന് കളക്ട് ചെയ്യാം. അപ്പോൾ വുഡ് പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ വുഡ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. സാപ്ലിനും കിട്ടിയിട്ടുണ്ട്. കുറച്ച് സ്റ്റിക്ക് മേടിയാം. പിക്കാക്സ്, രാക്സ്. നമ്മൾ സോഡ് ഉണ്ടാക്കാറില്ല, കാരണം സോഡിനെക്കാട്ടിയും കൂടുതൽ ഡാമേജ് പിക്കാക്സിനാണ്, അല്ല ആക്സിനാണ് കേട്ടോ ഗൈസ്. നമ്മൾ കൂടുതലും ആക്സാണ് ഉപയോഗിക്കാറ്. അപ്പം നമ്മൾ ആ റെവൈനിൽ കുറച്ച് അയൺ കണ്ടിരുന്നു, അപ്പോൾ നമുക്ക് ആ അയൺ പൊട്ടിക്കണം, സ്മെൽറ്റ് ചെയ്യണം കേട്ടോ. ഒരു ശവലും കൂടി ഉണ്ടാക്കാം. ഇവനെ കില്ല് ചെയ്തിട്ട് പോവാം. ഇവിടെയാണ് ഞാൻ, ഇവിടെ അല്ല, അപ്പുറത്തെ സൈഡാണ്. ഇതാ ഇവിടെ വെള്ളത്തേക്ക് ചാടാം. നമ്മളപ്പോൾ വെള്ളത്തേക്ക് ചാടിയിട്ടുണ്ട്. നമുക്ക് ഈ അയൺ എന്താ അവിടെ അടിയിലാണ്. കാണുമ്പോൾ ഒരു പീസ് അയണേ ഉള്ളൂ, എത്ര ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അയൺ പൊട്ടിക്കാം. ഫസ്റ്റത്തെ പിക്കാക്സ് കൊണ്ട് ഫസ്റ്റ് തന്നെ അയണാണ് പൊട്ടിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഡേറ്റ് വെച്ചാൽ തന്നെ നമുക്ക് നൈറ്റ് ആവുന്നുണ്ട്, നമുക്കൊന്ന് ഉറങ്ങാം കേട്ടോ. അടിയിൽ ബാറ്റൊക്കെ ഇങ്ങോട്ട് പറക്കണുണ്ട് ഗൈസ്. ബാറ്റിനെ നമുക്ക് ടൈം ചെയ്യാൻ പറ്റുമോ? എനിക്കറിയില്ല കേട്ടോ, ബാറ്റിനെ ടൈം ചെയ്യാൻ പറ്റുമോ? അപ്പം നമുക്ക് മേലേക്ക് കയറാം. ഇവിടെ അധികം നേരം നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ സോംബീസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും. അപ്പോൾ നമുക്ക് മേലെ കയറണം. 2 ലെതർ ആയിട്ടുണ്ട്. നമുക്കിനി 2 ലെതറും കൂടി ഉണ്ടെങ്കിൽ നമുക്കൊരു ലെതർ ബൂട്ട് ഉണ്ടാക്കാം. അപ്പം ഞാൻ എനിക്ക് മറച്ചിടാൻ പറ്റുമോ? അപ്പോൾ വീണില്ല കേസ്, അവനൊക്കെ നല്ല ബാലൻസ് ആട്ടോ. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് പോയാലോ കേസാണ്. ഇവിടെ അങ്ങനെ കാണാനൊന്നും ഇല്ല കേട്ടോ. നമുക്കൊരു സമാധാനമില്ല കേസ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം. നമുക്ക് മേലെ കയറാം. നിങ്ങൾക്ക് ഈ വേൾഡ് ഡൗൺലോഡ് ലിങ്കൊക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് അറിയാം? അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കട്ടോ. എനിക്കത് അറിയണില്ല.
ഓരോരുത്തരുടെ വേൾഡൊക്കെ ഡൗൺലോഡ് ലിങ്ക് ഉണ്ടാക്കി കൊടുക്കുമല്ലോ, അത് എങ്ങനെയാണെന്നൊന്ന് പറയാം. ഓക്കേ, കുറച്ചങ്ങോട്ട് നടക്കാം. അപ്പം എന്തെങ്കിലും വില്ലേജൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ ഷീപ്പൊക്കെ ഉണ്ട്, അവരൊക്കെ ഒന്ന് ഇതാക്കാം. ഓക്കെ, അതവിടെ 2 ഷീപ്പ് ഒന്നിച്ച് നിൽക്കുന്നു. അവരൊന്ന് ഇതാക്കണം. ഓക്കെ, നമ്മൾക്ക് ബ്ലാക്ക് വൂള് മാത്രമല്ല കേട്ടോ, വൈറ്റ് വൂള് നമുക്കിപ്പോൾ 15 അടുപ്പിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് എല്ലാത്തിനും കില്ല് ചെയ്യാം. ഞാനൊരു അടി കൊടുത്തിട്ടുള്ളൂ. അവൻ ചാടിപ്പോയി അവിടെ തന്നെ കില്ലായി. ഇവിടെ ഒരു കേവ് ഉണ്ട് കേട്ടോ. അവനെ കൊന്നപ്പോൾ കിട്ടിയ SP ഒക്കെ അങ്ങോട്ടാണ് പോയത്. അവൻ നമുക്ക് SP തന്നില്ല. ഇവിടെ ഒരു റവനും കൂടി ഉണ്ട്. എന്തോ ഭാഗ്യം. ഓക്കെ, നമുക്ക് ഇവനെയും കൂടി ഒന്ന് ഇതാക്കാം. ഇവൻ ലെതർ ഡ്രോപ്പ് ചെയ്തു. അവന് 2 എണ്ണമൊക്കെ തരാറുന്നു കേട്ടോ. ചെയ്ത് മോശമായി പോയി. അവന് 2 ലെതറൊക്കെ തരാറുന്നു. ഇവൻ തന്നാൽ മതിയായിരുന്നു. മൂഞ്ചി. എന്ത് കഷ്ടം. നമ്മൾ ചാടിയിട്ട് കറക്റ്റ് ടാർഗറ്റ് ചെയ്ത് ചാടിയതാണ്. അവൻ ലെതർ തന്നില്ല. ലെതർ തന്നില്ല കേട്ടോ ഗൈസ്. ഇപ്പോൾ നിങ്ങൾ പലരും ചോദിച്ചായിരുന്നു ഒന്ന്, നിങ്ങൾ PC-യിലാണോ മൊബൈലിലാണോ ഒക്കെ അങ്ങനെ പലരും ചോദിച്ചായിരുന്നു. നമ്മൾ മൊബൈലിലാണ്, കാരണം നിങ്ങൾക്ക് കണ്ടാൽ അറിയാലോ അവിടെ സ്വിച്ചും കാര്യങ്ങളൊക്കെ. എന്തായാലും നമുക്ക് ഇവരൊക്കെ ഒന്ന് കില്ല് ചെയ്തിട്ട് നമുക്കൊരു 2 ലെതർ അവൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിനി എന്തായാലും ഒരു ബോട്ട് ഉണ്ടാക്കാനുള്ള ഇതായിട്ടുണ്ട്. ഇവരും കൂടി ഒന്ന് കില്ല് ചെയ്യണം. ഓക്കെ, അപ്പം അടുത്ത ആളെയും കൂടി കില്ല് ചെയ്യാണ്. അവൻ മിസ്സായിട്ടോ, അവൻ ഓടിപ്പോയി. ഓക്കെ, കില്ല് ചെയ്തിട്ടുണ്ട്. നമുക്കെന്തായാലും ഈ സ്ഥലം ഇഷ്ടമായില്ല. കേട്ടോ. പ്ലെയിൻസൊക്കെ തന്നെയാണ്. നമുക്ക് കുറേ കാലമായിട്ട് പ്ലെയിൻസൊന്നും കണ്ടിട്ടില്ല ഈ പുതിയ വെർഷനിൽ, അധികം കാണാറില്ല. ഡെസേർട്ടും അതെ, റയറാണ് ഈ 2 അപ്പോൾ നമുക്ക് ഗൈസ് എന്താ പില്ലേജ് റോഡ് അല്ല ഗൈസ്, അതൊരു ഫ്ലൈയിങ് ഐലൻഡ് പോലെ കേട്ടോ. സ്കൈ ബ്ലോക്ക് ഉണ്ടാവില്ലേ, അതേപോലെ ഒരു ബ്ലോക്ക് പോലെ അവിടെ അങ്ങനെ നിൽക്കണമൊക്കെ. ഇവിടെ പംകിൻ കാണുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ 200 ബ്ലോക്കിൻ്റെ ചുറ്റളവിൽ ഇവിടെ ഒരു വില്ലേജ് ഉണ്ട്. നിങ്ങൾക്കതറിയോ ഗൈസ്? പംകിൻ ഉണ്ടെങ്കിൽ അവിടെ 200 ബ്ലോക്കിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഒരു വില്ലേജ് ഉണ്ടാവും. ഇവിടെ കുറച്ച് ഇവന്മാർ നിൽക്കുന്നുണ്ട്. അവൻ ലെതർ തന്നു. ഓക്കെ, 8 ലെതറായിട്ടുണ്ട്. പെട്ടെന്ന് പോവാം. വല്ല വില്ലേജും കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് കുറച്ച് ലൂട്ട് ഉണ്ടാക്കണം. ഓക്കെ, ഇവിടെ ഡേറ്റിൻ്റെ കളറൊക്കെ മാറിയിട്ടോ ഗൈസ്. നോക്ക്, ഡേറ്റിന് ഒരു പ്രത്യേക കളറായിരുന്നു.
ബീസ് നമുക്ക് കണ്ണിന് മുന്നിൽ വന്നിക്കണ്. തേനീച്ചകളൊക്കെ ഇപ്പോൾ വല്ലാത്ത ശല്യമാണ്. നമ്മൾ മരം പൊട്ടിക്കുമ്പോൾ പറയാതെ അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പോയിസൺ അടിക്കും. ഓക്കെ, നമുക്ക് ആ സൈഡ് പോവാം. അവിടെ എന്ത് ഈ അക്വാഷ്യ മരങ്ങളുണ്ടല്ലോ. അതെ, അത് അക്വാഷ്യ തന്നെയാണ്. അടിയിൽ സവാന ഉണ്ടോ തോന്നുന്നു. അതെ ഗൈസ്, അടിയിൽ സവാന ഉണ്ട് കേട്ടോ. അതാണ് കാര്യം. ഓക്കെ, പക്ഷെ ഈ സവാന ഞാൻ മുൻപ് കണ്ടിട്ട് വേറൊരു സൈഡിലും ഇതേപോലെ തന്നെ ഇതുണ്ട് കേട്ടോ. ഇതും അതേ സൈഡാണോ? ഞാൻ വേറൊരു വേൾഡ് ഉണ്ടാക്കിയപ്പോൾ ഇതേ ഇത് കണ്ടിരുന്നു. നമുക്ക് അടിയിലേക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മൾ അടിയിലെത്തിയിട്ട് ഒരു കേവ് കണ്ടിട്ടുണ്ട്. ഇവിടെ കുറച്ച് അയുണ്ട്, അപ്പോൾ നമുക്കതൊന്ന് മെയിൻ ചെയ്തെടുക്കാം. ഓക്കെ, 2 പീസ് ആയുണ്ട്. ഓക്കെ, നമുക്ക് പോവാട്ടോ. വലിയ കേവ് ഒന്നല്ല കേട്ടോ, ചെറുതാണ്. അവിടെ വീണ്ടും ഒരു പംകിൻ കാണുന്നുണ്ട്. അവിടെ പംകിൻ ഉണ്ട്. ഓക്കെ, ഇവനെ കില്ല് ചെയ്യണം. ഗൈസ്, നമ്മൾ പിക്ടാക്സ് കൊണ്ടിട്ട് അടിച്ചത്. പാക്സ് കൊണ്ടിരുന്നെങ്കിൽ കുറച്ചുകൂടി ഡാമേജ് കിട്ടിയായിരുന്നു അതിന്. ഓക്കെ, നമുക്ക് കുറച്ച് സീഡ് കളക്ട് ചെയ്യണം. നമുക്ക് ഫാമിനൊക്കെ അത്യാവശ്യമാണ് സീഡ്. കുറച്ച് ഫുഡ് കഴിക്കട്ടോ. ഓക്കെ ഗൈസ്, ഒരു പില്ലേത്ര ഔട്ട് പോസ്റ്റല്ലേ കാണുന്നത്. ഇവിടെ ചിലപ്പോൾ നല്ല ലൂട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ കുറച്ചുകൂടി സെറ്റിലായിട്ട് പോയാൽ മതിയോ? അവന്മാരെ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ അവന്മാരുടെ ക്യാപ്റ്റനെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് ഒമിനസ് അത് കിട്ടും. ഒമിനസിൻ്റെ എഫക്റ്റ് കിട്ടും. അപ്പം പിന്നെ വില്ലേജിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും. പക്ഷെ പുതിയ അപ്ഡേറ്റിൽ ഞാൻ കേട്ടത് അതൊരു ബോട്ടിലായിട്ടാണ് ഇപ്പോൾ ഒമിനസ് ബോട്ടിൽ കിട്ടുന്നതാണ്. എനിക്ക് അറിയില്ല കേട്ടോ. പോയി നോക്കണം. അവന്മാർ എന്നെ കണ്ടിട്ടാണ് തോന്നുന്നു. അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ചാടി കളിക്കുന്നുണ്ട്. ഇവിടെ ആ ക്യാപ്റ്റനെ കണ്ട് ഏറ്റവും മേലെ നിൽക്കുന്നുണ്ട് അവരെ. പോകേണ്ട ഗസ്ക്ക് ഈ ടെൻഷനാണ്. എനിക്ക് പോവാൻ ആഗ്രഹമില്ല, അപ്പോൾ പോകണ്ട. ഓക്കെ, നമുക്ക് ഇവിടെ നൈറ്റ് ആവുന്നുണ്ട്. നമുക്ക് കിടക്കാം. ഓക്കെ, പോവാട്ടോ. എനിക്ക് അങ്ങോട്ട് കയറണമെന്ന് ആഗ്രഹമില്ല. ചിലപ്പോൾ അവിടെ നിന്ന് ഒരു എൻജാൻറ്റിങ് മോട്ടിൽ കിട്ടും. മോട്ടിൽ ഓഫ് എൻജാൻറ്റിങ് കിട്ടും. അത് മാത്രമേ ഉള്ളൂ അവിടുത്തെ മെയിൻ കാര്യം. പിന്നെ ചിലപ്പോൾ ഒരു ക്രോസ് ബോ അല്ലെങ്കിൽ ക്രോസ് ബോ ഉണ്ടാക്കാനുള്ള ഇതൊക്കെ കിട്ടും. അപ്പം നമ്മൾ പോയി ഒരു ചെറി ബ്ലോസത്തിൻ്റെ സ്ഥലത്തിട്ടുണ്ട്. ഇതാ ചെറിയ വുഡ് ഉണ്ട് ഇവിടെ. കുറച്ച് ചെറിയ വുഡൊക്കെ ഒന്ന് കളക്ട് ചെയ്യാം. അപ്പം നമ്മൾ വീഡിയോ എന്തായാലും എൻഡ് ചെയ്യണം. നമുക്ക്
കൂടുതൽ ഡ്യൂറേഷൻ അത്രയ്ക്ക് പറ്റില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് 1 മണിക്കൂറോളം ഈ വീഡിയോ എടുത്തുള്ളൂ. നമ്മൾ അത്യാവശ്യമായിട്ടുള്ള ചില ക്ലിപ്പുകൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്പോണിൽ നിന്ന് ഒരുപാട് ദൂരത്തിൽ എത്തിയാണ് കേട്ടോ. ഇനി നമ്മളൊന്ന് ഡെഡായി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടാകും. തിരിച്ചു വരണതിനെക്കാട്ടി നല്ലത് നമ്മൾ വേറെ ഇതേപോലെ മറ്റ് സാധനങ്ങൾ ഉണ്ടാക്കുന്നതാവും. അപ്പം നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യണം. നമുക്കപ്പോൾ എന്തായാലും പിന്നെ ഒരു വീഡിയോ ആയിട്ട് പിന്നെയും വരാം. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മളെ സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ നിർബന്ധിക്കുന്നില്ല ആരും. എന്തായാലും വീഡിയോ എൻഡ് ചെയ്യാണ്.